ഡിയർ സ്റ്റുഡൻസ്, ബിസിനസ് റെഗുലേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നാം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 എന്ന ആക്ടിനകത്തുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോക്കകത്ത് ഡിസ്കസ് ചെയ്തത് കപ്പാസിറ്റി ടു ദി കോൺട്രാക്ട് എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെടുത്തി മൈനസ് എഗ്രിമെൻ്റ് എന്ന് പറയുന്ന ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കപ്പാസിറ്റി ടു ദി കോൺട്രാക്ട് എന്നതിനകത്ത് പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ് എന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിനു മുന്നേ എന്താണ് കപ്പാസിറ്റി ടു ദി കോൺട്രാക്ട്? Capacity of the parties means that the contracting party must be legally competent to contract. Competency to contract implies the legal ability of a person to enter into a valid contract. It refers to the legal capacity of a person to make a contract with other party. അപ്പോൾ കപ്പാസിറ്റി ടു ദി കോൺട്രാക്ട് ഓർ കപ്പാസിറ്റി ഓഫ് ദി പാർട്ടി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കോൺട്രാക്റ്റിംഗ് പാർട്ടിക്ക് ഒരു കോൺട്രാക്റ്റിനകത്ത് ഏർപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ലീഗൽ കോമ്പിറ്റൻസി അല്ലെങ്കിൽ ലീഗൽ കപ്പാസിറ്റി ഉണ്ടായിരിക്കണം എന്നതാണ്. എന്താണ് കോമ്പിറ്റൻസി? ലീഗൽ എബിലിറ്റിയാണ് അല്ലേ? ഒരു പേഴ്സൻ്റെ ലീഗൽ എബിലിറ്റി, ഒരു കോൺട്രാക്റ്റിനകത്തേക്ക് എൻ്റർ ചെയ്യാനുള്ള ഒരു പേഴ്സൻ്റെ ലീഗൽ എബിലിറ്റിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കപ്പാസിറ്റി അല്ലെങ്കിൽ കോമ്പിറ്റൻസി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മൾ സെക്ഷൻ 10 അതുപോലെ തന്നെ സെക്ഷൻ 11 ഇങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സെക്ഷൻ 10 കുറിച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. സെക്ഷൻ 10 പറയുന്നത് ഒരു വാലിഡ് കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പേഴ്സണ് കോമ്പിറ്റൻറ്റ് പേഴ്സൺ ആയിരിക്കണം. ദാറ്റ് മീൻസ് കോൺട്രാക്റ്റിൽ ഏർപ്പെടാനുള്ള കപ്പാസിറ്റി, ലീഗൽ എബിലിറ്റി ഉണ്ടായിരിക്കണം എന്നർത്ഥം. അതുപോലെ തന്നെ സെക്ഷൻ 11 പറയുന്നത് ഒരു വ്യക്തി കോൺട്രാക്റ്റിനകത്ത് ഏർപ്പെടാനുള്ള അയാളുടെ ആ ഒരു കോമ്പിറ്റൻസി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 3 കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ്. എവരി പേഴ്സൺ ഈസ് കോമ്പിറ്റൻറ്റ് ടു എൻ്റർ ഇൻ ടു എ കോൺട്രാക്റ്റ് ഇഫ് ഹീ ഈസ് ഓഫ് ദി ഏജ് ഓഫ് മെജോറിറ്റി. അയാൾ മേജർ ആയിരിക്കണം എന്നുള്ളത്, ആ മെജോറിറ്റി ഏജ് അറ്റൈൻ ചെയ്തിരിക്കണം. നമുക്കറിയാം 18 വയസ്സാണ് നോർമൽ കേസിനകത്ത് ഏജ് ഓഫ് മെജോറിറ്റി എന്ന് പറയുന്നത്. സ്പെഷ്യൽ കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ലീഗൽ ഗാർഡിയനെ അപ്പോയിൻറ്റ് ചെയ്തതായിട്ടുള്ള ആ ഒരു സിറ്റുവേഷനകത്താണെങ്കിൽ 21 ഇയേഴ്സ് ഓഫ് ഓൾഡാണ് ഏജ് ഓഫ് മെജോറിറ്റി ആയിട്ട് പറയുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഭാഗമാണ്. നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ ലിങ്ക് നിങ്ങൾക്ക് കാണാവുന്നതാണ്. രണ്ടാമത്തെ പറയുന്നത് ഹി ഈസ് ഓഫ് സൗണ്ട് മൈൻഡ്. അയാൾ സൗണ്ട് മൈൻഡ് പേഴ്സൺ ആയിരിക്കണം. മൂന്നാമത് പറയുന്നത് ഹി ഈസ് നോട്ട് ഡിസ്ക്വാളിഫൈഡ് ബൈ എനി ലോ ഫ്രം കോൺട്രാക്റ്റിംഗ്. അപ്പോൾ ഈ 3 കാര്യങ്ങളിൽ രണ്ടാമത്തതായിട്ടുള്ള ഹി ഈസ് ഓഫ് സൗണ്ട് മൈൻഡ് എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ സൗണ്ട് മൈൻഡ് പേഴ്സൺ എന്നുള്ളതുകൊണ്ട്
ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തി കോൺട്രാക്റ്റിൽ ഏർപ്പെടണമെന്നുണ്ടെങ്കിൽ റാഷണൽ ജഡ്ജ്മെൻറ്റ് സാധ്യമാകുന്ന ആളായിരിക്കണം എന്നുള്ളതാണ് സൗണ്ട് മൈൻഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ തനിക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്നുള്ളത് ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റിയാണ് റാഷണൽ ജഡ്ജ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പ്രവേശിക്കാം. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് നോക്കാം. അക്കോർഡിംഗ് ടു സെക്ഷൻ 12 of the Indian Contract Act 1872, a person is said to be sound mind for the purpose of making a contract if at the time when he makes it he is capable of understanding it and of forming the rational judgment as to its effect upon his interest. Thus, a person of sound mind requires to fulfill two things. First one, understanding what he is doing, and second one, capable of forming a rational judgment of the impact of his action upon his interest. സെക്ഷൻ 12 നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന കാര്യമാണ് സൗണ്ട് മൈൻഡ് പേഴ്സൺ എന്നുള്ളത്. ഒരു കോൺട്രാക്റ്റ് മേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ കണ്ടീഷൻസിനകത്ത് ഒന്നെന്തായിരുന്നു, സൗണ്ട് മൈൻഡ് പേഴ്സൺ ആയിരിക്കണം എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ സൗണ്ട് മൈൻഡ് പേഴ്സൺ എന്ന് നമ്മൾ പറയുന്നത് ആരെയാണ്? അതിൽ രണ്ട് പ്രധാന കാര്യങ്ങളാണ് നോക്കാനുള്ളത്. ഒന്നാമത്തത്, ഹീസ് ക്യാപ്പബിൾ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ്. ആ ഒരു ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന കോൺട്രാക്റ്റ് എഗ്രി ചെയ്യുന്നതായിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി വേണം എന്നതാണ്. രണ്ടാമത്തത് എന്താണ്? ഫോമിങ് ദി റാഷണൽ ജഡ്ജ്മെൻറ്റ്. അതൊക്കെ എന്തിനുള്ള കഴിവുണ്ടായിരിക്കണം? റാഷണൽ ജഡ്ജ്മെൻറ്റ് നടത്താനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. ദാറ്റ് മീൻസ് ഈ ഒരു കോൺട്രാക്റ്റിനകത്ത് ഏർപ്പെട്ടാൽ, ഈ ഒരു അഗ്രിമെൻറ്റിനകത്ത് ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് ഏത് രീതിയിലാണ് തന്നെ ബാധിക്കുന്നത്, അല്ലെങ്കിൽ തൻ്റെ ഇൻട്രസ്റ്റിനെ എങ്ങനെ അത് ബാധിക്കും, അതിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരിക്കും എന്ന് മനസ്സിലാക്കാനുള്ള ഒരാളുടെ വിവേകപരമായിട്ടുള്ള കഴിവാണ് റാഷണൽ ജഡ്ജ്മെൻറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു കാര്യത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ അത് എനിക്ക് അനുകൂലമാണ് അല്ലെങ്കിൽ എനിക്ക് പ്രതികൂലമായിട്ട് വരുന്നതാണ് എന്ന് മനസ്സിലാക്കാനുള്ള നമ്മുടെ മൈൻഡ് സെറ്റിൻ്റെ കപ്പാസിറ്റി, അതിനെയാണ് എന്ത് പറയുന്നത്? റാഷണൽ ജഡ്ജ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് സൗണ്ട് മൈൻഡ് പേഴ്സൺ എന്നതിലേക്ക് സൂചന നൽകുന്നത്. ഇനി നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ള ഭാഗം അൺസൗണ്ട് മൈൻഡ് പേഴ്സൺ ആര് എന്നതാണ്. ഓക്കെ, അപ്പോൾ സൗണ്ട് മൈൻഡ് പേഴ്സണ് മാത്രമേ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ആരായിരിക്കും അൺസൗണ്ട് മൈൻഡ് പേഴ്സൺ? അവർക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പാടില്ല എന്നതാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് പറയുന്നത്. അപ്പോൾ അൺസൗണ്ട് മൈൻഡ് പേഴ്സൺ ആരാണെന്ന് നോക്കാം. Thus, as per section 12, a person of unsound mind is one who is suffering from permanent or temporary mental derangement. Hence, idiots, lunatics, and drunken person are considered to be persons of unsound mind. Hence, they are not capable of entering into contract. സെക്ഷൻ 12 നമ്മൾ മനസ്സിലാക്കി തരുന്നത് എന്താണ്? അൺസൗണ്ട് മൈൻഡ് പേഴ്സൺ ആരാണ് എന്നതാണ് അല്ലേ. ആരാണ് അൺസൗണ്ട് മൈൻഡ് പേഴ്സൺ?
ഹു ഈസ് സഫറിങ് ഫ്രം പെർമനൻറ്റ് ഓർ ടെമ്പററി മെൻ്റൽ ഡിറേഞ്ച്മെൻറ്റ്. പെർമനൻ്റ് ആയിട്ടോ ടെമ്പററി ആയിട്ടോ മെൻ്റൽ ഡിറേഞ്ച്മെൻറ്റ് സംഭവിച്ചതായിട്ടുള്ള ആളുകളെയാണ് നമ്മൾ അൺസൗണ്ട് മൈൻഡ് പേഴ്സൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നുകിൽ പെർമനൻ്റ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടായിരിക്കാം. മെൻ്റൽ ഡിറേഞ്ച്മെൻറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം ആളുകളെ നമുക്ക് എന്തെന്ന് പറയാം? അൺസൗണ്ട് മൈൻഡ് പേഴ്സൺ എന്ന് പറയാം. അപ്പോൾ ഈ അൺസൗണ്ട് മൈൻഡ് പേഴ്സണ് ഒരിക്കലും കോൺട്രാക്റ്റിൽ ഏർപ്പെടാനുള്ള റൈറ്റ്സ് ഇല്ല എന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയപ്പെടുന്ന പ്രധാനപ്പെട്ട 3 വിഭാഗം ആളുകൾ എന്ന് പറയുന്നത്, ഒന്ന് ഇഡിയറ്റ്സ് ആണ്, രണ്ടാമത്തത് ലുനാറ്റിക്സ് ആണ്, മൂന്നാമത്തത് ഡ്രങ്കാർഡ്സ് ആണ്, അല്ലെങ്കിൽ ഡ്രങ്കൺ പേഴ്സൺ ആണ്. ഈ 3 വിഭാഗം ആളുകൾക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാനുള്ള കപ്പാസിറ്റി ഇല്ല എന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി മനസ്സിലാക്കാനുള്ളത് ഈ പറയുന്ന 3 വിഭാഗം ആളുകൾ ആരൊക്കെയാണ് എന്നതാണ്. അതിനു മുന്നേ ഇവിടെ അറിഞ്ഞിരിക്കേണ്ടുന്ന മറ്റൊരു കാര്യം, ഈ അൺസൗണ്ട് മൈൻഡ് പേഴ്സൺസ് ആയിട്ടുള്ള ആളുകൾ ഒരു പക്ഷേ അവർക്ക് സൗണ്ട് മൈൻഡ് വരാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ പറഞ്ഞു ടെമ്പററി മെൻ്റൽ ഡിറേഞ്ച്മെൻറ്റ് എന്നവിടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ചില സാഹചര്യങ്ങളിൽ സൗണ്ട് മൈൻഡ് പേഴ്സൺ ആയിരിക്കാം. അപ്പം അങ്ങനെയുള്ള ആ ഒരു മെൻ്റൽ പവർ അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് ലോസ്റ്റ് ആയിട്ടില്ല, അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടുള്ള ഡിറേഞ്ച്മെൻറ്റ് സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒക്കേഷണലി അവരെന്തായിരിക്കാം? സൗണ്ട് മൈൻഡ് പേഴ്സൺസ് ആയിട്ട് വരാം. അപ്പോൾ അത്തരം സാഹചര്യത്തിനകത്ത് അവർക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. എ പേഴ്സൺ ഹു ഈസ് യൂഷ്വലി ഓഫ് സൗണ്ട് മൈൻഡ് ബട്ട് ഒക്കേഷണലി ഓഫ് അൺസൗണ്ട് മൈൻഡ് മേ നോട്ട് മേക്ക് എ കോൺട്രാക്ട് വെൻ ഹി ഈസ് ഓഫ് അൺസൗണ്ട് മൈൻഡ്. ഒക്കേഷണലി അൺസൗണ്ട് മൈൻഡ് ആകുന്നുണ്ട്, എന്നാൽ അവരെന്ത് ചെയ്യുന്നുണ്ട്? അവർ സൗണ്ട് മൈൻഡ് പേഴ്സൺ ആയിട്ടും വരാറുണ്ട്, അല്ലേ? അപ്പോൾ ഈ 2 സാഹചര്യങ്ങളുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവർ സൗണ്ട് മൈൻഡ് ആയിരിക്കുന്ന ആ ഒരു സമയത്ത് കോൺട്രാക്റ്റിൽ ഏർപ്പെടാം, അൺസൗണ്ട് മൈൻഡ് ആയിരിക്കുന്ന സമയത്ത് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ അവർക്ക് സാധിക്കുകയുമില്ല. ഓക്കെ, അത് നമ്മൾ ഈ 3 വിഭാഗത്തെക്കുറിച്ച്, ഇഡിയറ്റ്സ്, ലുനാറ്റിക്സ്, ഡ്രങ്കൺ പേഴ്സൺ, ഈ 3 വിഭാഗത്തെയും നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ ഒരു കാര്യത്തെ നമുക്ക് വ്യക്തമാകും. ഓക്കെ, അപ്പോൾ 3 വിഭാഗത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്നാമത്തത് ഇഡിയറ്റ്സ് ആണ്, അല്ലേ? ആരാണ് ഇഡിയറ്റ്സ് എന്നുള്ള ആ ഒരു വിഭാഗത്തിനകത്ത് വരുന്നത്? An idiot is a person who has completely lost his mental faculties of thinking for rational judgment, all agreement other than those for necessaries of life, which idiots are absolutely void. അപ്പോൾ ആരാണ് ഇഡിയറ്റ്സ് എന്ന് പറയുന്നത്? ഒരാൾ, ആ വ്യക്തിയുടെ മെൻ്റൽ പവർ കംപ്ലീറ്റ്ലി ലോസ്റ്റ് ആയിട്ടുണ്ട്, അല്ലേ? ആൾക്ക് എന്തില്ല? റാഷണൽ ജഡ്ജ്മെൻറ്റ് നടത്താനുള്ള, അല്ലെങ്കിൽ റാഷണൽ തിങ്കിങ്ങിനുള്ള ആ ഒരു കപ്പാസിറ്റി അയാൾക്ക് കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ആളുകളെയാണ് നമ്മൾ എന്തെന്ന് പറയാറുള്ളത്? ഇഡിയറ്റ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അഥവാ അവരെന്താണ്? നാച്ചുറൽ ഫൂൾസ് ആണ്. അവർക്ക് എന്തില്ല? യാതൊരു രീതിയിലും അവർക്ക് മനസ്സിലാക്കാനുള്ള, അതല്ലെങ്കിൽ റാഷണൽ ജഡ്ജ്മെൻറ്റ് നടത്താനുള്ള ആ ഒരു പവർ അവർക്ക് തീരെ വരുന്നേ ഇല്ല, അല്ലേ? ടോട്ടലി റേഞ്ച് നഷ്ടപ്പെട്ട ആളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഇഡിയറ്റ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാനായിട്ട് പാടില്ല. എന്നാൽ
ഈ പറയുന്ന വിഭാഗം ആളുകൾ അല്ലേ, അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ള ആളുകളുടെ ബാധ്യതയായിട്ടാണ് വരുന്നുള്ളൂ. അതല്ലാതെ അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളില്ല എന്നതാണ് എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്. എന്നാൽ ആൾ എഗ്രിമെൻറ്റ്സ് അതർ ദാൻ ദോസ് ഓഫ് നെസസറീസ് ഓഫ് ലൈഫ് വിത്ത് ഇഡിയറ്റ്സ് ആർ ആബ്സല്യൂട്ട്ലി വോയിഡ്. ആ ഒരു പോയിന്റ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. മൈനേഴ്സ് എഗ്രിമെൻറ്റ് പഠിക്കുന്ന സമയത്തും അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നെസസറീസ് ഓഫ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനകത്ത് മൈനർക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാം. അതുപോലെ ആൾ എഗ്രിമെൻറ്റ്സ് അതർ ദാൻ ദോസ് ഓഫ് നെസസറീസ് ഓഫ് ലൈഫ്, നെസസറീസ് ഓഫ് ലൈഫ് അല്ലാത്ത മറ്റെല്ലാ തരത്തിലുള്ള എഗ്രിമെൻറ്റും വിത്ത് ഇഡിയറ്റ്സ് ആർ ആബ്സല്യൂട്ട്ലി വോയിഡ്. ഇഡിയറ്റ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ നെസസറീസ് ഓഫ് ലൈഫ് അല്ലാത്ത മറ്റെല്ലാ എഗ്രിമെൻറ്റ്സും ആബ്സല്യൂട്ട്ലി വോയിഡ് ആണ്. അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്, നെസസറീസ് ഓഫ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനകത്ത് ഇഡിയറ്റ്സിനും എന്തുണ്ട്, കോൺട്രാക്റ്റിൽ ഏർപ്പെടാനുള്ള റൈറ്റ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതുപോലെ തന്നെ അവർക്ക് പേഴ്സണലി ലയബിലിറ്റി വരുന്നില്ല, എന്നാൽ എന്തുണ്ട്, അവരുടെ എസ്റ്റേറ്റ് അതിന് ലയബിളായിട്ട് വരും എന്ന കണ്ടീഷനാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ലുനാറ്റിക്സ് ആണ്. ആരാണ് ലുനാറ്റിക് പേഴ്സൺ? എ ലുനാറ്റിക് ഈസ് എ പേഴ്സൺ who is mentally deranged or disordered due to some mental strain or other personal experiences, but who has some lucid intervals of sound mind. അപ്പോൾ ലുനാറ്റിക്സ് എന്ന് പറയുമ്പോൾ അവരുടെ മെൻ്റൽ പവർ ഡിറേഞ്ച്മെൻറ്റ് സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിസോർഡർ സംഭവിച്ചിട്ടുണ്ട്. എന്ത് കാരണത്താലാണ്? ഡ്യൂ ടു സം മെൻ്റൽ സ്ട്രെയിൻ. ചില രീതിയിലുള്ള മെൻ്റൽ സ്ട്രെയിനിൻ്റെ ആയിട്ടുള്ള കാരണം കൊണ്ട് അവർക്ക് എന്ത് വന്നിട്ടുണ്ട്, മെൻ്റൽ ഡിറേഞ്ച്മെൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അത്തരത്തിലുള്ള ആളുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ലുനാറ്റിക്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവർക്ക് എന്തല്ല, ഒരിക്കലും നമ്മൾ ഇഡിയറ്റ്സിന് പറഞ്ഞതുപോലെ ഒരു പെർമനൻ്റ് മെൻ്റൽ ഡിറേഞ്ച്മെൻ്റ് അല്ല അവർക്ക് സംഭവിക്കുന്നത്, അല്ലേ. അവർക്ക് ചില സാഹചര്യങ്ങൾ എന്തുണ്ടാവാം, സാനിറ്റി ഉണ്ടായിരിക്കാം, അതുപോലെ തന്നെ ഇൻസാനിറ്റി വരാം, അല്ലേ. അപ്പോൾ ഈ പറയുന്ന ഇൻസാനിറ്റി സംഭവിക്കുന്നുണ്ട് എന്നതാണെന്ത്, അവരുടെ പ്രോബ്ലം. ദാറ്റ് മീൻസ് ചില സാഹചര്യങ്ങളിൽ അവർക്ക് മെൻ്റൽ ഡിറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ ഡിസോർഡർ സംഭവിക്കുന്നുണ്ട് എന്നതാണെന്ത്, ലുനാറ്റിക്സിൻ്റെ പ്രധാനമായിട്ടുള്ള പ്രശ്നം, അല്ലേ. അഥവാ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇടക്ക് റേഞ്ച് വരും, ഇടക്ക് റേഞ്ച് നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ആളുകളാണ് ആരെന്ന് പറയുന്നത്, ലുനാറ്റിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്ക് അവർ ഈ ഒരു മെൻ്റൽ ഡിറേഞ്ച്മെൻറ്റ് സംഭവിക്കുന്ന സമയത്ത് കോൺട്രാക്റ്റിൽ ഏർപ്പെടാനുള്ള അധികാരം ഉണ്ടായിരിക്കുകയില്ല എന്നതാണെന്ത്, അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലേ. അപ്പോൾ അൺസൗണ്ട് മൈൻഡ് ആയിരിക്കുമ്പോൾ അവർക്ക് എന്തില്ല, കോൺട്രാക്റ്റിൽ ഏർപ്പെടാനുള്ള അവകാശമില്ല. എന്നാൽ അവർ സൗണ്ട് മൈൻഡ് പേഴ്സൺ ആയിരിക്കുന്ന സമയത്ത് ചില ഇൻ്റർവെൽസിനകത്ത് അവരെന്തായിരിക്കും, സൗണ്ട് മൈൻഡ് പേഴ്സൺസ് ആയിരിക്കും. അത്തരം സാഹചര്യങ്ങളിൽ അവർക്ക് എന്ത് ചെയ്യാം, കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിന് യാതൊരു രീതിയിലുള്ള പ്രയാസങ്ങളും ഇല്ല എന്നതാണ്. ഓക്കെ, മൂന്നാമത്തെ വിഭാഗം ആളുകൾ ഡ്രങ്കൺ പേഴ്സൺ ഓർ ഇൻടോക്സിക്കേറ്റഡ് പേഴ്സൺ എന്നതാണ്. ഓക്കെ, ഡ്രങ്കൺ പേഴ്സൺ അല്ലെങ്കിൽ ഡ്രങ്കാർഡ്സ്, അല്ലേ. ആരാണ് ഡ്രങ്കൺ പേഴ്സൺ? എ ഡ്രങ്കൺ പേഴ്സൺ who is a state of intoxication is incapable of entering into a contract. A drunken or intoxicated person is a sane person who is
delirious from fever, or who is so drunk that he cannot understand the terms of a contract or form a rational judgment as to its effect on his interest. Any contract made during drunkenness is void. The position of a drunken person is similar to that of a lunatic, and hence, in lucid intervals, he can enter into contract. അപ്പോൾ ഇവിടെ ഡ്രങ്കൺ പേഴ്സൺ എന്നതുകൊണ്ട് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, നമ്മൾ നാട്ടിൻപുറത്തൊക്കെ പറയുന്ന ഒരു ടേം ഉണ്ട് അല്ലേ, അയാൾ ചേരയാണ്, അല്ലെങ്കിൽ പാമ്പാണ്, താമരയാണ് എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പറയാറുണ്ട്. അഥവാ വെള്ളം അടിച്ച് ലക്കില്ലാതെ ഇരിക്കുന്ന അവസ്ഥ. അത്തരം സാഹചര്യത്തിനകത്ത് ചിലപ്പോൾ വായി തോന്നുന്നതൊക്കെ വിളിച്ചു പറയും. ചില ആളുകൾ പല രീതിയിലുള്ള സ്വഭാവങ്ങൾ കാണിക്കും. ഇത്തരത്തിലുള്ള ആളുകളെയാണ് നമ്മൾ ഡ്രങ്കാർഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ, വെള്ളം അടിച്ച് ലക്കും ലഗാനും ഇല്ലാതെ ഇരിക്കുന്ന ആളുകൾ. ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചേർത്ത് വായിക്കാൻ പറ്റുന്ന മറ്റു രീതിയിലുള്ള ആളുകളാണ് ആര്, കഞ്ചാവ് പോലെയുള്ള എന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് റേഞ്ച് നഷ്ടപ്പെട്ടിരിക്കുന്ന ആളുകൾ അല്ലേ, അഥവാ ഡ്രഗ് അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകളെല്ലാം നമുക്ക് എന്തെന്ന് പറയാം, ഡ്രങ്കാർഡ്സ് അല്ലെങ്കിൽ ഡ്രങ്കൺ പേഴ്സൻ്റെ ഈ ഒരു പരിധിയിൽ നമുക്ക് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിൻ്റെ ഭാഗമായിട്ട് പറയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഇൻടോക്സിക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡ്രങ്കൺ പേഴ്സൺ അല്ലെങ്കിൽ ഇൻടോക്സിക്കേറ്റഡ് പേഴ്സൺ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരം ആളുകൾ ഇത്തരത്തിലുള്ള ആ ഒരു ഇൻടോക്സിക്കേഷനുള്ള ആ ഒരു സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാനുള്ള അവകാശമില്ല അല്ലേ. അപ്പോൾ അവരുടെ ആ ഒരു ഡ്രങ്ക്നെസ്സിൻ്റെ സ്റ്റേജിനകത്ത് അവർക്ക് എന്തില്ല, ഒരു വോയിഡ് കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യമല്ല. എന്നാൽ ലുനാറ്റിക്സിനെ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് ആ ഒരു സ്റ്റേജ് അല്ലാതിരിക്കുമ്പോൾ, ദാറ്റ് മീൻസ് വെള്ളമടിച്ച് ലക്കുലകാനില്ലാത്ത അവസ്ഥയിൽ നിന്ന് മാറി നോർമൽ കണ്ടീഷനിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിന് യാതൊരു രീതിയിലുള്ള പ്രയാസവും ഇല്ല. അപ്പോൾ ഇതാണ് പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ് എന്ന് പറയുന്നതിനകത്തുള്ള പ്രധാനപ്പെട്ട 3 വിഭാഗം ആളുകൾ: ഇഡിയറ്റ്സ്, ലുനാറ്റിക്സ്, ഡ്രങ്കൺ പേഴ്സൺ. ഓക്കെ, കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു.